24 പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം ഇന്ന്. പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. മാധ്യമ ചരിത്രത്തിലെ അപൂർവ സംഗമത്തിന് കൊച്ചി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം ഒരുങ്ങിക്കഴിഞ്ഞു. ഉച്ചയ്ക്ക് 2 മണിക്ക് സമ്മേളനം ആരംഭിക്കും. മാധ്യമ ചരിത്രത്തിൽ എഴുതി ചേർക്കാൻ ഇതാ ഒരു പുതിയ അധ്യായം കൂടി. വാർത്താമുറിയിലെ അവതാരകരും സ്വീകരണ മുറിയിലെ പ്രേക്ഷകരും നേർക്കുനേരെത്തുന്ന അപൂർവ നിമിഷം. രാവിലെ 11 മണി മുതൽ പ്രേക്ഷക സമ്മേളനത്തിനുള്ള സ്പോട്ട് രജിസ്ട്രേഷൻ തുടങ്ങും. 5000-ലധികം പേർ ഓൺലൈനായി ഇതിനോടകം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരും 24 അവതാരകരും പ്രേക്ഷകരുമായി നേരിട്ട് സംവദിക്കും. ചുരുങ്ങിയ കാലം കൊണ്ട് മുൻനിരയിലേക്കെത്താൻ 24-നൊപ്പം നിന്ന പ്രേക്ഷകർക്ക് പുതിയ ആശയങ്ങളും അഭിപ്രായങ്ങളും പങ്കുവയ്ക്കാം. MG ശ്രീകുമാർ, ശരത്, ജോബ് കുര്യൻ എന്നിവർ അണിനിരക്കുന്ന സംഗീത വിരുന്ന് സമ്മേളനത്തിന് മാറ്റുകൂട്ടും. ഫ്ലവേഴ്സിലെ ജനപ്രിയ പരിപാടികളായ ഉപ്പും മുളകും, ചക്കപ്പഴം, കോമഡി ഉത്സവം താരങ്ങളും ഒപ്പം ചേരും. 24 അവതാരകരുടെ വിവിധ കലാപ്രകടനങ്ങളും ഉണ്ടാകും. പരിപാടിക്കെത്തുന്ന പ്രേക്ഷകരെ കാത്ത് സർപ്രൈസ് സമ്മാനങ്ങളുമുണ്ട്. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 6 വരെയാണ് സമ്മേളനം. നേരിട്ടെത്താൻ കഴിയാത്തവർക്കായി പരിപാടിയുടെ ആദ്യ അവസാനം 24 തത്സമയം സംപ്രേഷണം ചെയ്യും. 24 കൊച്ചി. അപ്പോൾ നമ്മൾ തയ്യാറായി കഴിഞ്ഞു. ഇനി പ്രേക്ഷകരായ നിങ്ങൾ കടന്നു വരിക. കൊച്ചി കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വിനീത VG ചേരുന്നുണ്ട്. വിനീത, ഗുഡ് മോർണിംഗ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് എന്നറിയാം. ഇനി പ്രേക്ഷകർ എത്തുക എന്നൊരു താമസം മാത്രമേ ഉള്ളൂ. ഉച്ചയ്ക്ക് 2 മണിക്കാണ് സമ്മേളനം ആരംഭിക്കുക. അപ്പോൾ എപ്പോൾ മുതൽ പ്രേക്ഷകരെ ഈ സമ്മേളന വേദിയിലേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങും വിനീത? വെരി ഗുഡ് മോർണിംഗ് പ്രജൻ സൂചിപ്പിച്ചതുപോലെ ഞാനിപ്പോൾ ഈ വേദിയിലാണ് നിൽക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഏതാണ്ട് ഇവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇനി പ്രജൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് രാവിലെ 11 മണി മുതൽ ഇവിടെ ഈ സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടാകും. അതിനുശേഷം ആളുകളെ അകത്തേക്ക് നമുക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങാനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ ആരംഭിക്കും. 2 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് നമ്മളുടെ പരിപാടി സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ രജിസ്ട്രേഷൻ ഇതിനോടകം തന്നെ ഏതാണ്ട് 5000-ലധികം പേർ നടത്തി കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ ചരിത്രത്തിൽ ആദ്യമായി തന്നെയാണ് ഇങ്ങനെ ഒരു അവതാരകരും അതോടൊപ്പം തന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പ്രേക്ഷകരും ഒക്കെ ഒന്നിക്കുന്ന ഒരു അപൂർവ മുഹൂർത്തം. എനിക്ക് തോന്നുന്നു ഏതാണ്ട് മണിക്കൂറുകൾ മാത്രമാണ് ഇനി ആ ഒരു കാത്തിരിപ്പുള്ളതെന്ന് പറയാം. നമുക്ക് ഈ ഒരുക്കങ്ങളൊക്കെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഈ പരിപാടിക്കൊപ്പം തന്നെ കലാകാരന്മാർ 24-ന്റെ അവതാരകരും ഒക്കെ ഉണ്ടാകും. ഒപ്പം കലാകാരന്മാർ, നമ്മുടെ ഫ്ലവേഴ്സ് കുടുംബത്തിൽ നിന്നുള്ള കലാകാരന്മാർ, ഇവരൊക്കെ ഒന്നിക്കുന്ന കലാവിരുന്ന് കൂടി വരുമ്പോൾ ഈ പ്രോഗ്രാമിന്റെ പരിപാടിയുടെ മാറ്റ് കൂടുമെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. രാവിലെ മുതൽ ഇനി മറ്റ് ഒരുക്കങ്ങൾ, മറ്റ് ക്രമീകരണങ്ങളൊക്കെ ഇവിടെ ഏർപ്പെടുത്തും. ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം നഗരത്തിലെ ഏത് മേഖലയിൽ എത്തിയാലും വളരെ എളുപ്പത്തിൽ ഈ സ്പോട്ടിലേക്ക് എത്തിച്ചേരാൻ കഴിയും. സമീപം മെട്രോ ഉണ്ട്, ഒപ്പം തന്നെ സൗത്ത് റെയിൽവേ സ്റ്റേഷനുണ്ട്. അവിടെ നിന്നൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ പ്രദേശത്ത് ഈ പരിപാടി നടക്കുന്ന ഈ വേദിയിലേക്ക് എത്തിച്ചേരാൻ കഴിയും. എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായിരിക്കുന്നു. ഏതാണ്ട് 5000-ലധികം പേർ ഇതിനോടകം രജിസ്ട്രേഷൻ ചെയ്തു കഴിഞ്ഞു. നമ്മൾ വിവിധ ഇടങ്ങളിൽ നിന്നായി ഒരു 10,000-ലധികം ആളുകൾ അല്ലെങ്കിൽ 10,000-ഓളം ആളുകൾ എത്തിച്ചേരുമെന്നൊക്കെ ഒരു വലിയ പ്രതീക്ഷയൊക്കെ ഉണ്ട്. ഒപ്പം തന്നെ നമുക്ക് ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഇപ്പോൾ നിരവധി ആളുകൾ അവർക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ആയി ഈ പരിപാടിയിൽ എത്തിച്ചേരാൻ കഴിയില്ലെന്നൊക്കെ ഇതിനോടകം തന്നെ അവർ നമ്മളുമായി സംസാരിക്കുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരോട് പറയേണ്ടത് അവർക്ക് വിഷമമേ വേണ്ട എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ പരിപാടിയുടെ ആദ്യ അവസാനം മുതൽ തന്നെ നമ്മൾ എല്ലാം വളരെ കൃത്യമായി തത്സമയം അവർക്ക് കാണുന്നതിനുള്ളൊരു സജ്ജീകരണവും ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കുന്നു. ഇനി ഒരു പല ജില്ലകളിൽ നിന്നും നമ്മുടെ പ്രിയ പ്രേക്ഷകർ അവർ ബസ്സുകളൊക്കെ തയ്യാറാക്കി, ബസ്സുകളിലാണ് കുടുംബസമേതമൊക്കെ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വലിയ ആഘോഷമാക്കി മാറ്റാൻ പ്രേക്ഷകർ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. ഇപ്പോൾ ഈ വിനീത നിൽക്കുന്ന വേദിക്കകത്ത് നമുക്ക് ഒരുപാട് കസേരകൾ കാണാം. അതല്ലാതെ അത് ഇൻഡോർ സ്റ്റേഡിയമാണ്, അവിടെ ഗാലറി ഉണ്ട്. അവിടേക്ക് കൂടി പ്രേക്ഷകരെ ഇരുത്താൻ പറ്റുന്ന രീതിയിലാണോ കാര്യങ്ങൾ? തീർച്ചയായും പ്രജൻ, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നമ്മുടെ ക്യാമറാമാൻ സച്ചിൻ ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെയുള്ള കസേരകൾ നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇത് കൂടാണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന പോലുള്ള ഗ്യാലറികളുണ്ട്. ഈ പറയുന്നത് പോലെ ഒരുപാട് ആളുകൾ
എത്തിച്ചേരുമെന്നൊരു പ്രതീക്ഷ തന്നെയാണുള്ളത്. കാരണം നമ്മളുടെ കണക്കനുസരിച്ച് ഇതിനോടകം തന്നെ 5000-ലധികം പേർ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയും ഒരുപാട് ആളുകൾ എത്തിച്ചേരുവാണെങ്കിൽ അവർക്കൊക്കെ ഇരിക്കുന്നതിനും മറ്റുമുള്ള സജ്ജീകരണങ്ങൾ നമുക്ക് പ്രജൻ സൂചിപ്പിച്ചതുപോലെ ആ ഗാലറിയുടെ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ എത്തുന്ന ആളുകൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള, അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ബസ്സിലൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ അവർക്കുള്ള പാർക്കിംഗ് സൗകര്യം നമ്മൾ സമീപമുള്ള KVയുടെ ഒരു സ്കൂളുണ്ട്, അവിടെയാണ് ഒരുക്കിയിരിക്കുന്നത്. അതും മറ്റും നിർദ്ദേശങ്ങളും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ 24ന്റെ അംഗങ്ങൾ ഇവിടെ ഉണ്ടാകും. എന്നിങ്ങനെയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം പൂർത്തിയായിരിക്കുകയാണ്. 2 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പരിപാടിയുള്ളത്. നമ്മുടെ സ്പോട്ട് രജിസ്ട്രേഷൻ 11 മണിയോടുകൂടി തന്നെ ആരംഭിക്കും. നമുക്ക് കാണാൻ കഴിയുന്നത് വേദിയാണ്. ഈ സ്റ്റേജിലാണ് നമ്മളുടെ കലാപരിപാടികൾ, കലാപ്രകടനങ്ങളൊക്കെ ഉണ്ടാവുക. നിരവധി താരങ്ങൾ, നമ്മുടെ ഫ്ലവേഴ്സ് കുടുംബത്തിൽ നിന്നൊക്കെയുള്ള നിരവധി താരങ്ങൾ കൂടി ഈ പരിപാടിയുടെ ഭാഗമാകുന്നതോടെ ആ പരിപാടിയുടെ ഒരു മാറ്റ് തന്നെ കൂടുമെന്ന് നമുക്ക് പറയാം. ഇങ്ങനെയുള്ള വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങൾ, വലിയ ആഘോഷം, ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായി ഇങ്ങനെ ഒരു കൂടിച്ചേരൽ, ഇതിനുള്ളൊരു കാത്തിരിപ്പ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ പൂർണ്ണമാണ്. പ്രജൻ. ശരി, വിനീത വിജയാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രേക്ഷകരെ, നമ്മുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു എന്ന് വ്യക്തമായിട്ടുണ്ടല്ലോ. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് പോരുക. നമ്മുടെ പരിപാടി എന്താണെന്ന്, അതിലെ സർപ്രൈസുകൾ എന്താണെന്ന് നേരിൽ കണ്ട് തന്നെ അറിയുക.